വീണ്ടും സ്വപ്നം കണ്ടല്ലേ? എന്തോ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല. നാളെ വിട്ടെ, പിള്ളേരെ വിട്ടിട്ട് അവിടെ പോ. നീ കിടന്നോ, എൻ്റെ ഉറക്കം പോയി. പറയടാ. നീ പോയിട്ട് എന്തായി? ഒന്നും ആയില്ലടാ. ഞാൻ അവളോട് അപ്പഴേ പറഞ്ഞു, ECG ഒക്കെ നോർമലാ. ഓക്കെടാ, എന്നാ ശരി. ഞാനേ ഇത്തിരി കുക്കിങ്ങിലാ. ഇല്ലല്ലേ ലെവളനെ തന്തൂരി അടിക്കും. ഓക്കെ ശരിടാ. ഇതിപ്പോ കൊറേ ആയല്ലോ, ഒരു സമാധാനം ഇല്ലാത്ത പോലെ. എന്താ? എനിക്കൊരു സമാധാനില്ല. നീ ആദ്യം എനിക്ക് കുറച്ച് സമാധാനം താ. എനിക്കൊന്ന് സംസാരിക്കണം. സോറി എടി, സോറിടി. അതൊന്നും അല്ല എബിച്ചിന് എന്താ പറ്റിയേ? ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നു. എന്നോട് പോട്ടെ, പിള്ളേരോട് പോലെ ഇത്ര ദേഷ്യം. നമ്മളിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്കിനി വയ്യ. എനിക്ക് പറ്റുന്നില്ലടി, ഒരു സമാധാനമില്ല, ഒന്നിനൊരു മൂഡില്ല. സത്യം പറഞ്ഞ എനിക്കറിയില്ല. നമുക്ക് പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണം. അത് ഒന്നും പറയണ്ട, നമ്മുടെ വീടും ഒന്ന് വെഞ്ചരിക്കും പ്ലീസ്. നമുക്ക് പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണം. നമ്മളിങ്ങനെ ആയിരുന്നില്ലല്ലോ. അച്ഛൻ കാറ്റസിൻ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുക. നമ്മളോട് ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് വിധക്കാരന്റെ ഉപമയാണ് ധ്യാനിച്ചത്. സുവിശേഷത്തിൽ ഈ ഉപമ പല രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ ഉപമയിൽ നിന്നും നമ്മൾ ഓരോരുത്തരും എന്തു മനസ്സിലാക്കി എന്നാണ് ചോദ്യം. നമ്മുടെ കുട്ടികൾക്കും ഇത് പകർന്നു കൊടുക്കേണ്ടതാണ്. ബിജു, വിധക്കാരന്റെ ഉപമയിൽ നിന്നും നീ എന്താണ് മനസ്സിലാക്കിയത്? അച്ചോ, വിതയ്ക്കാരന് വിതയ്ക്കാൻ അറിയില്ല എന്ന് മനസ്സിലായ അച്ചോ. വളരെ കുറച്ച് വിത്തല്ലേ നല്ല നിലത്തുള്ളൂ. ബാക്കിയെല്ലാം വന്ന് വഴിയരികിലും പാറമേലും മുള്ളുകൾക്കിടയിലും. വിതയ്ക്കാരന് കുറച്ചുകൂടി ശ്രദ്ധിക്കായിരുന്നു അച്ചോ. വ്യാഖ്യാനിച്ചു കഴിഞ്ഞെങ്കിൽ ഇരിക്കാം. ഓ ബിജു, ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? 3ാം ക്ലാസ്സിലാച്ചാ. കർത്താവേ, 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ നീ തന്നെ കാത്തോളണേ.
ഗുഡ് ചിൽഡ്രൻ, താങ്ക് യു. യു ക്യാൻ ഗോ ആൻഡ് പ്ലേ നൗ. ആ ടോമി, പള്ളി കമ്മിറ്റി നമുക്കൊരു 7:00 ആക്കിയാലോ? 7 മണിക്കൊരു അസൗകര്യമുണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ നമ്മുടെ 3-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരാളെ ഒന്ന് നോക്കണം. ഇപ്പോൾ ആളൊക്കെയുണ്ട്. എന്നാലും ഒന്ന് നോക്കി വെച്ചത്. ശരി ടോമി. എബി, എന്തു പറ്റിയടാ? അച്ഛാ, ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചരിക്കണം. നിങ്ങളിതൊരു കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാച്ചാ, എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അച്ഛാ. കുറെ നാളായി ഒരു സമാധാനമില്ല. എല്ലാ ദിവസവും ഒരേ സ്വപ്നം. അത് കണ്ട് ഞെട്ടി എണീക്കും. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. എനിക്കറിയില്ല അച്ഛാ, എനിക്ക് എന്താ പറ്റിയെന്ന്, എങ്ങനെ പറയണ്ടെന്നു. എബി പള്ളി മുടങ്ങാതെ വരാറുണ്ടല്ലോ. കുടുംബ പ്രാർത്ഥന ഒക്കെ ചെല്ലാറില്ലേ? അതൊന്നും മുടങ്ങാറില്ല അച്ഛാ. എബി കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? കഴിഞ്ഞ ക്രിസ്മസിന് കുമ്പസാരിച്ചാണ് അച്ഛോ. നമ്മുടെ വാർഷിക ധ്യാനത്തിന് കുമ്പസാരിച്ചില്ലേ? ഇല്ല അച്ഛോ. എന്ത് പറ്റി എബി? ഞാൻ പറയാച്ചോ, കുമ്പസാരിപ്പിക്കാൻ വേറെ അച്ഛല്ലെന്ന് പറഞ്ഞ് കുമ്പസാരിച്ചിട്ടില്ല. ഇതിപ്പോൾ കുറേ നാളായി ഇങ്ങനെ. ലിജി, മോള് പള്ളി ചെന്ന് എബിക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കും. ക്ഷമിക്കണം അച്ഛാ, പരിചയമില്ലാത്ത അച്ഛന്മാരുണ്ടെങ്കിലേ കുമ്പസാരിക്കാൻ തോന്നാറുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാച്ചാ. എബി, എനിക്ക് മനസ്സിലാവും ഇത് എബിയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് നമ്മുടെ സഭ നേരിടുന്ന വലിയ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അത് ഉൾക്കൊള്ളണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എബിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കുമ്പസാരം ആളും നേരം നോക്കി നടത്തേണ്ട ഒരു ചടങ്ങല്ല, അതൊരു കൂദാശയാണ്. കുമ്പസാരക്കൂട്ടിൽ പാമോചനായ ഈശോയെ കണ്ടുമുട്ടുന്ന കൂദാശ. കുറുക്കുവഴികൾക്ക് ഒരു സ്ഥാനവുമില്ല. കുമ്പസാരം എന്ന ചടങ്ങ് നടത്തിയിട്ട് എത്ര നാളായി എന്നുള്ളതല്ല, കുമ്പസാരം എന്ന കൂദാശ നടത്തിയിട്ട് എത്ര നാളായി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഞാൻ ചോദിക്കട്ടെ, എബി കുമ്പസാരിച്ചിട്ട് ദൈവത്തോട് പാപങ്ങളെല്ലാം ഒരു മറയും മടിയില്ലാതെ ഏറ്റു പറഞ്ഞിട്ട് എത്ര നാളായി? അല്ല, നാളുകളല്ല അച്ഛൻ, വർഷങ്ങളായി, കാലങ്ങളായി അച്ഛൻ. എബി, ഞാൻ ഇത്തിരി വെള്ളമുണ്ട്. അനുതാപം ഈ അധരങ്ങളിൽ കൈക്കൊള്ളാൻ നീ കനിവാകണേ. അനുതാപം ഈ അധരങ്ങളിൽ കൈക്കൊള്ളാൻ നീ കനിവാകണേ. മലിനമാമെൻ ഹൃദയം മഞ്ഞുപോൽ നീ മാറ്റേണമേ കരുണാമയ.
വരുന്നീതാ നിൻ സന്നിധിയിൽ നാഥനാ എൻ നല്ലിടയാ യേശുനായക ലോകനായക.